ഇപ്പോൾ നമ്മൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരളത്തിൽ വലിയ ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അദ്ദേഹം വിദേശത്തടക്കം വലിയ സമ്പന്നന്മാരുടെ ഗ്രൂപ്പാണ്. പക്ഷെ അവരൊന്നും ഒരിക്കൽ പോലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരസഭയോ അല്ല അതുപോലെ തന്നെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളൊന്നും പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയോ പാർട്ടി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പം 2020 എന്ന് പറയാൻ പേരിടാനുള്ള കാരണം ഈ 2020 അതായത് 2020 കിഴക്കമ്പലത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതാണ് 2020 എന്നുള്ള പേരിട്ടത്. പലർക്കും അറിയില്ല എന്താണ് ഈ 2020 എന്ന് പേരിടാൻ കാരണം. ആം ആദ്മി പാർട്ടിയുടെ പുറകെ പോയി ദേശീയ തലത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇത് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയോണ്ട് ആ ബന്ധം മധുവിധ കാലത്ത് തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. ചില ആളുകൾക്കുണ്ടല്ലോ ഈ നാണം കെട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ നാണം കെട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. 2020 അന്ത്യം ഇന്ന് തൊട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിൽ മനസ്സിലാക്കേണ്ടത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ 2020 സാബുവിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ട്. കാരണം ഇപ്രാവശ്യം ഇങ്ങനത്തെ ചില തമാശകളും ഹോബീസും ഒക്കെ കാണിച്ചതിന് ശേഷം ഒടുവിൽ 2020 എന്നുള്ള പാർട്ടി തന്നെ BJP ലയിക്കാനും അതുകൂടാതെ സാബു എം ജേക്കബ് ഒരുപക്ഷെ ഒരു രാജ്യസഭ MP ആയിട്ട് ഡൽഹിയിലേക്ക് പറക്കാനായിട്ടൊക്കെയുള്ള സാധ്യതകളുണ്ട്. സാബു എം ജേക്കബ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസംഗികൾ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കാസക്കാർ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള വർഗീയതയാണ് എന്നുകൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പുതൃക്ക പഞ്ചായത്തിൽ നിന്നും അവരുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആൾ രാജിവെച്ച് പോയിരിക്കുകയാണ്. കാരണം 2020 രാജിവെച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. അവർക്ക് നേരെ വലിയ വധഭീഷണിയൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. കാരണം പണ്ട് ഇതേപോലെ ഒരു മെമ്പർ രാജിവെച്ചിട്ട് ബസ്സിന് മുമ്പിൽ പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭീഷണികൾ വരെ ഇറക്കി എന്ന് പറയുന്നു. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, നമ്മൾ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവം ഈ 2020 എന്ന് പറയുന്നത് ഈ സാബുവിൻ്റെ വ്യാപാരം കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള മറ്റൊരു വഴി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഈ 2020 ഉണ്ടാകുന്നതെന്നുള്ളത്. ഇപ്പം കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇവർ പല നോംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാതെയാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ നടത്തുന്നതെന്നും ഈ പ്ലാന്റിൽ നിന്നുള്ള മലിനജലം രാത്രികാലങ്ങളിൽ ഈ ശുദ്ധജല തോടിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ട് വലിയ അവിടെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള ആരോപണത്തിൽ നിന്നാണ് ഇത് ശക്തമാവുകയും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം 2020 എന്നുള്ള സ്ഥാപനം ഒരു സംഘടന ഉണ്ടാക്കുകയും ഈ സംഘടന പിന്നീട് ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ LDF UDF എന്നുള്ള സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി പൂർണ്ണമായും ഭരണം പിടിച്ചെടുക്കുക. ആദ്യഘട്ടത്തിൽ ഒറ്റ മെമ്പർ ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒറ്റ മെമ്പർമാർ പോലും ഇല്ലാത്തതിലേക്ക് അദ്ദേഹം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. നമുക്കറിയാം ഈ ഇന്ത്യയിൽ തന്നെ നിരവധിയായ കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്. ഇപ്പോൾ ടാറ്റയുണ്ട്, ബിർളയുണ്ട്, ഗോയങ്കയുണ്ട്, പോലെയുള്ള അദാനിയുണ്ട്, അംബാനിയുണ്ട്. അങ്ങനെ നിരവധി വൻ കോർപ്പറേറ്റ് ഭീകരന്മാരുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരളത്തിൽ വലിയ ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അദ്ദേഹം വിദേശത്തടക്കം വലിയ സമ്പന്നന്മാരുടെ ഗ്രൂപ്പാണ്. പക്ഷെ അവരൊന്നും ഒരിക്കൽ പോലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരസഭയോ അല്ല അതുപോലെ തന്നെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളൊന്നും പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയോ പാർട്ടി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. പലപ്പോഴായിട്ട് സാബു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അഴിമതി ഭരണമാണ് നടക്കുന്നത്. UDF LDF എന്ന് പറഞ്ഞ് രണ്ട് കക്ഷികളും പരസ്പരം അഴിമതി പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയാണുള്ളതെന്നും ഞാൻ കിഴക്കമ്പലം പിടിച്ചതിന് ശേഷമാണ് കിഴക്കമ്പലത്ത് സംശുദ്ധമായ ഒരു ഭരണം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും മാതൃകയാണെന്ന് പറയും. ഇപ്പോൾ 2020 എന്ന് പറയാൻ പേരിടാനുള്ള കാരണം ഈ 2020 അതായത് 2020 കിഴക്കമ്പലത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതാണ് 2020 എന്നുള്ള പേരിട്ടത്. പലർക്കും അറിയില്ല എന്താണ് ഈ 2020 എന്ന് പേരിടാൻ കാരണം. 20 ആകുമ്പോഴേക്ക് ലോകത്തിലെ തന്നെയല്ല അതിനപ്പുറത്തേക്ക് മാതൃകയായി. കാരണം ഒരു ഭരണ സംവിധാനത്തെ പൂർണ്ണമായി എങ്ങനെയാണ് ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയ എന്ന ഭാവേന ഒരു പ്രദേശത്തെ ഭരണം എങ്ങനെയാണ് കൈയടക്കുക എന്നും എങ്ങനെയാണ് ജനപ്രതിനിധികളായി വരുന്നവരെ അവരുടെ എക്സിക്യൂട്ടീവുകളാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കിഴക്കമ്പലത്താണത്. പിന്നീട് അടുത്ത പഞ്ചായത്തുകളൊക്കെ ഭരണത്തിലേക്ക് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റായിരുന്നു. ഇപ്പം കിഴക്കമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലൂടെ ആളുകൾക്ക്
വളരെ കുറഞ്ഞ പൈസക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചിരുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ആളുകൾ 2020 സ്വാഗതം ചെയ്തിരുന്നത്. പക്ഷേ 2020 അധികാരത്തിൽ വന്നപ്പോഴാണ് ആളുകൾക്ക് ഇതിൻ്റെ ചതി മനസ്സിലായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലാന്നും ഇതിലൊരു ജനാധിപത്യ പ്രക്രിയക്കൊന്നും യാതൊരു അടിസ്ഥാനമൊന്നുമില്ല എന്നും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളൊക്കെ ബോർഡ് യോഗം ചേരുന്നത് തീരുമാനം എടുക്കുന്നത് സാബുവും ജേക്കബ് കൊടുക്കുന്ന കുറിപ്പുകൾ വായിക്കുക എന്നുള്ള ഒരു പണി മാത്രമാണ് ഉള്ളതെന്നും ഇവരെല്ലാം സ്റ്റാഫുകളെ പോലെ, അതായത് കിറ്റക്സ് കമ്പനിയിലെ സ്റ്റാഫിനെ പോലെ തന്നെയാണ് 2020 എന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഇവർ പഞ്ചായത്ത് ഭരണവും കൈയാളുന്നതെന്നുള്ളത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്. ഇവിടെയാണ് പ്രശ്നം. അപ്പോഴും ഇവർ കരുതിയിരുന്നത് ഇതൊരു പ്രത്യേക തരത്തിലൊരു മാതൃകയായി പോകും എന്നായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പുറകെ പോയി ദേശീയ തലത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇത് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധം മധുവിധ കാലത്ത് തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണേണ്ടത് എന്താണ്, ഈ സാബു 2020 പിന്നീട് BJP പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ സാബുവിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഗീർവാണം മുഴക്കുകയും ഒരുപാട് ആളുകളുമായിട്ട് നിരവധി സംവാദങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നമുക്കറിയായിരുന്നു. അവരൊക്കെ ഈ 2020 പെട്ടെന്ന് തന്നെ സലാം പറഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ചില ആളുകൾ മൗനം പാലിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ രാജിവെക്കാനോ ഒന്നും തയ്യാറായിരുന്നു. പക്ഷേ ഒരുപാട് കാലം ആർക്കും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം അവരിൽ വന്നു ചേർന്നു. കാരണം അവരൊക്കെ പൊതുപ്രവർത്തകരായിരുന്നു. ആരും ഇതിൽ റിക്രൂട്ട്മെന്റ് നടത്തി പഞ്ചായത്ത് മെമ്പറൊക്കെ ആയവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ ഇതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. കാരണം അവർക്കൊരു ജോലിയായി കണ്ടാൽ മതി. 5 വർഷക്കാലം പഞ്ചായത്ത് മെമ്പർ, 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞ കിറ്റക്സിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ പൊതുപ്രവർത്തകർക്ക് യഥാർത്ഥ പൊതുപ്രവർത്തനം നടത്തുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര സ്വാതന്ത്ര്യം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണല്ലോ കവി ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അവർ പ്രവർത്തിക്കുകയും സാബു ആരുമായും ആലോചിക്കാതെ, ഈ 2020 ഒരു നേതാക്കന്മാരും ആലോചിക്കാതെ അദ്ദേഹം പോയി BJPക്ക് കൈകൊടുത്തു. BJP NDA മുന്നണിയിൽ ചേരുന്നു. ഇവരാരെയും ചർച്ച ചെയ്യാതെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറേ നടന്മാരെയും മറ്റ് കുറേ ബോറന്മാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് 2020 ചെയ്ത ഏറ്റവും വലിയ പാതകം. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2020 ചടപടാന്ന് പപ്പടം പൊട്ടുന്ന പോലെ പൊട്ടുന്ന കാഴ്ച നമ്മളിൽ കാണാമുണ്ട്. ഇദ്ദേഹം കുറേ ചീട്ടുകൊട്ടാരങ്ങൾ നിരത്തിയാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചത്. ഇതൊരു അഴിമതിയില്ലാത്തൊരു രാജ്യം, മാവേലി മണ്ഡലം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതായത് രാജേഷ്, ഇന്ന് രാവിലെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ BJPയുടെ ബോർഡ് വെക്കാൻ പോലും ആളുകളില്ല. പല സ്ഥലങ്ങളിൽ ഇന്നലെയൊക്കെയാണ് ബോർഡ് തന്നെ വെക്കാനായിട്ട് പ്രവർത്തകർ തയ്യാറായിട്ടുള്ളത്. ഈ BJPയുടെ പാർട്ടി പ്രവർത്തകർ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണത്. കാരണം ഈ 2020 പാർട്ടിക്ക് ആദ്യം അനുവദിച്ചിരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 40 സീറ്റായിരുന്നു. അതിനുശേഷം പിന്നീട് അത് 30ലേക്ക് വന്നു. ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ഈ 19-20 സീറ്റുകളിൽ ഇവരെത്തി നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. രാജീവ് ചന്ദ്രശേഖർക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയോ കാര്യങ്ങളോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ BJPയുടെ ഇപ്രാവശ്യത്തെ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഏജൻസിയാണ്, ഒരു കൺസൾട്ടൻസിയാണ് ഇവരുടെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്. ഇവിടുത്തെ സംസ്ഥാന നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, ഈ കൺസൾട്ടൻസി, പിന്നെ സാബുവും ജേക്കബിനെ പോലുള്ള മറ്റൊരു മുതലാളി, ഈ 3 മുതലാളിമാരാണ് കേരളത്തിലെ NDA നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ BJPക്ക് വേണ്ടിയിട്ട് പണ്ട് തുടങ്ങി പണിയെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ ഭയങ്കരമായിട്ട് നിരാശയിലാണ്. അതുകൂടാതെ തന്നെ ആദ്യം മുതൽ തന്നെ ഈ മുന്നണി രൂപീകരണ സമയം മുതൽ തന്നെ NDAയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരുപാട് മറ്റ് ഘടകകക്ഷികളുണ്ട്. ഇപ്പോൾ BDJS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുണ്ട്. BDJS ഇപ്പോൾ ചിത്രത്തിൽ പോലും ഇല്ല. കാരണം ആകപ്പാടെ തന്നെ നേതാക്കന്മാർ വന്ന് രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനത്തിനും ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ തൃക്കാക്കരയും എറണാകുളത്തൊക്കെ നോക്കുന്നത്, എറണാകുളത്ത് പല സ്ഥലങ്ങളിലും BJPയുടെ ബോർഡുകൾ പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല സ്ഥലങ്ങളിലും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ BDJSന്റെ കൊടി കാണാനില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഒരുപാട് പാർട്ടികൾ ഇതിനകത്തുണ്ട്. ചെറിയതാണെങ്കിലും ഒരുപാട് പാർട്ടികളുള്ള ഒരു സംവിധാനം തന്നെയാണ് NDA എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2020യും രാജീവ് ചന്ദ്രശേഖറും
പ്ലസ് ഈ പറഞ്ഞ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ഉണ്ട്. ഈ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയും കൂടി ഇട്ടാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലാകും തങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്നുള്ളത്. ഈ ഏജൻസിയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ ഇവിടെ എത്തുന്നു, അമിത്ഷായുടെ റോഡ് ഷോ നടക്കുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വലിയ ഒരു അവസരത്തെയാണ് BJP ഇവിടെ കൊണ്ടുപോയി കല ഉടച്ച് കളഞ്ഞിരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരും ഈ പറഞ്ഞ തൃപ്പൂണിത്തുറയും ഒക്കെ. ഈ കൊടുങ്ങല്ലൂർ എവിടെയാണ് 2020 ഉള്ളത്, തൃപ്പൂണിത്തുറ എവിടെയാണ് 2020 ഉള്ളത്? ഇതൊക്കെ BJPയുടെ നേതൃത്വത്തിന് മനസ്സിലാക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവർക്ക് കൃത്യമായ ധാരണയാകും. അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർക്കും ഈ പറഞ്ഞ സാബു എം ജേക്കബിന് BJP ലയിക്കേണ്ട ഗതികേടുണ്ടാവും. രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ അതേമാതിരിയുള്ളൊരു പോസ്റ്റാണ് നമുക്ക് ഈ ഇലക്ഷന് ശേഷം ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ പോസ്റ്റർ ഇടാനുള്ള സാധ്യത ആരാന്നില്ല, രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കില്ല ഇത്തവണ, അത് കിറ്റക് സാബു ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തിരുത്തുള്ളത്. കാരണം അദ്ദേഹത്തിന് ഇത്രയും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. എന്തിനാണ് സാബു ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആലയത്തിലേക്ക് ഇത്രയും ടെക്സിനെ കൊണ്ട് കെട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് 2020 പിറന്ന ഈ കിഴക്കമ്പലത്ത് തന്നെ ഇതിൻ്റെ അന്ത്യവും നമ്മൾ കാണും എന്നത് സംശയമില്ല. ഇദ്ദേഹത്തിന് ഇതൊരു സ്റ്റേറ്റ് പാർട്ടിയാക്കി മാറ്റും, എന്നിട്ട് മൊത്തം എല്ലാ ഇലക്ഷനിലും മത്സരിക്കുന്നൊക്കെ നേരത്തെ മുഖ്യമന്ത്രിയാവുന്ന ഒരു പക്ഷേ മുഖ്യമന്ത്രി പോലും ആയിക്കൂടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മുഖ്യമന്ത്രി മോഹൊക്കെ നല്ലതാണ്. പക്ഷെ ഇപ്പം അദ്ദേഹം ലക്ഷ്യമിടുന്നത് സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യസഭാംഗമായിരിക്കുക. അതിന് ഇത്രയൊന്നും മെനക്കെടില്ലാന്ന്, ഇത്രയൊന്നും ആളുകളെ പറ്റിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആന്ധ്രയെന്നോ അതുപോലെ തന്നെ തെലങ്കാനയെന്നോ ഒക്കെ അദ്ദേഹത്തിന് വ്യവസായശാലകളൊക്കെ ഉള്ളതാണ്. അവിടുന്ന് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഇത്രയൊന്നും വേഷം കെട്ടില്ലാതെ തന്നെ BJPയുടെ ആലയത്തിലൊന്നും പോയി മൊത്തത്തിൽ ഇതിനെ കൊണ്ടേ കെട്ടാതെ തന്നെ ഇത്രയും നാണം കെട്ട പ്രസ്താവനയൊന്നും നടത്താതെ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തന്നെ മുഖ്യമന്ത്രിയാവുന്നൊക്കെയുള്ള നാണം കെട്ട ആളുകൾക്ക് അല്പം പോലും, ഈ കേരളത്തിലെ ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ, അവർക്കൊക്കെ മനസ്സിലാവില്ല ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്, എവിടെയാണ് ഈ പോക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം നാണം കെട്ട പ്രസ്താവനയൊക്കെ നടത്തി ആളുകളുടെ ഇടയിൽ അപഹാസ്യനാവുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം കുറച്ച് കാശൊക്കെ കൊടുത്ത് രാജ്യസഭാംഗമായി വളരെ സ്വസ്ഥമായി ഇരിക്കുന്നതായിരുന്നു അത് നല്ലത്. അതുകൊണ്ട് ചില ആളുകൾക്കുണ്ടല്ലോ ഈ നാണം കെട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ നാണം കെട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. 2020യുടെ അന്ത്യം ഇതാ ഇന്ന് തൊട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിൽ മനസ്സിലാക്കേണ്ടത്.